അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ ഒത്തിരി റോഡ് ട്രാഫിക് ആക്സിഡൻസ് ഒക്കെ നമുക്ക് സംഭവിക്കുന്നുണ്ട്. കുറേ പേർക്ക് ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടാകുന്നുണ്ട്. അവരുടെ റിക്കവറി, അവരുടെ സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം റിക്കവറി കുറച്ചുകൂടെ ഫാസ്റ്റർ ആക്കാൻ പറ്റുമോ? ഈ സർജറി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും പോസ്റ്റ് സർജിക്കൽ ന്യൂറോളജിക്കൽ സീക്വല ഉണ്ട്, ഫോക്കലായിട്ടുള്ള ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി ബാക്കി മെഡിക്കേഷൻസിലൂടെ മോളിക്കുലർ ഹൈഡ്രജൻ കൂടി എടുക്കുമ്പോൾ അവർ ആ ഒരു ഹീലിംഗ് പോയിന്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ബെറ്റർമെൻറ്റ് പോയിന്റിലേക്ക് വളരെ നേരത്തെ എത്തും. ഡോക്ടറെ, കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് ചോദിക്കുക, പുള്ളിയുടെ ഹാർട്ടിൻ്റെ പമ്പിങ് എന്ത് ചെയ്തിട്ടും ശരിയാവണില്ല. ഹൈഡ്രജൻ ഇൻഹലേഷൻ തെറാപ്പി ഉണ്ട്, അത് വ്യത്യാസമാണ്. മോളിക്കുലർ ഹൈഡ്രജൻ ഇൻഹലേഷൻ തെറാപ്പിയിലൂടെ നമുക്ക് ഹാർട്ടിൽ ഉത്ഭവിക്കുന്ന പ്രീ ലോഡ് ആഫ്റ്റർ ലോഡൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമുക്ക് പ്രത്യേകിച്ച് ഹാർട്ടിലേക്ക് പോകുന്ന ഞരമ്പുകളും ഹാർട്ടിൽ നിന്ന് വരുന്ന ധമനികളും, അതിപ്പോൾ അയോർട്ടി എടുക്കാം, പൾമണറി ആർട്ടറി, അതുപോലെ പൾമണറി വെയിൻ സെറ്റ്, അതുപോലെ ഇൻഫീരിയർ സുപ്പീരിയർ വെന കാവ, ഈ പറയുന്നതിലെ ഒക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ആർട്ടറികളുടെ, അതായത് ധമനികളുടെ ഉൾപ്പാളികളിൽ നൈട്രിക് ഓക്സൈഡിൻ്റെ ഇത് കൂടുന്നതിനും അതുപോലെ ഈ രക്തക്കൊഴലുകളുടെ ആരോഗ്യം നിലനിർത്തുന്നതിലൂടെ ശരിക്കും പെരിഫറൽ റെസിസ്റ്റൻസിലും ഒരു കൺട്രോൾ വരുത്താം. അതുപോലെ തന്നെ ഹൃദയത്തിൽ നിന്ന് ചെലുത്തുന്ന കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് നമ്മൾ പറയും. സ്ട്രോക്ക് വോളിയം, ഓരോ കാർഡിയാക് സൈക്കിളിലും ഔട്ടാവുന്ന ബ്ലഡിൻ്റെ ഒരു അളവുണ്ട്, സ്ട്രോക്ക് വോളിയം. ഇതെല്ലാം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. ഹൃദയത്തിൻ്റെ ഔട്ട്പുട്ട് നേരാവണ്ണം വരുന്നില്ല എന്നുകൊണ്ട് ഉദ്ദേശിക്കും ചിലപ്പോൾ ഇഞ്ചക്ഷൻ ഫ്രാക്ഷൻ ആയിരിക്കും ആൾക്ക് കംപ്ലയിൻ്റ് ഉണ്ടാവുക. ഇത് ശരിക്കും ഹാർട്ട് ഫെയിലിയറിൻ്റെ ആദ്യത്തെ പടി മാറ്റങ്ങളായിട്ട് നമുക്ക് കാണാം. മോളിക്കുലർ ഹൈഡ്രജൻ തെറാപ്പി എടുക്കുന്നതിലൂടെ ഹൃദയത്തിൻ്റെ വാൽവുകളിലായാലും എൻഡോകാർഡിയം, സബ് എൻഡോകാർഡിയം, മയോകാർഡിയം ലെയറുകളിൽ ഉത്ഭവിക്കുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ വലിയൊരു ശതമാനം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുമാത്രമല്ല, ഈ ഹൃദയത്തിന് ഉള്ള കൊറോണറി ധമനികളുടെ അകത്ത് വരാവുന്ന അതെറോസ്ക്ലീറോസിസ്, അതെറോസ്ക്ലീറോട്ടിക് പ്ലാക്ക് ഫോർമേഷനുകളെല്ലാം, അതുപോലെ രക്തക്കൊഴലുകളുടെ ചുരുക്കങ്ങൾ, ഇതെല്ലാം നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അവിടെ സംഭവിക്കുന്ന ഇൻഫ്ലമേഷനുകളും നമുക്ക് ഒരുപാട് മാറ്റാൻ പറ്റും. അകാലത്തിൽ ഹൃദയത്തിന് സംഭവിക്കുന്ന, അതായത് ഒരിക്കലും ഒരു സമയമെടുത്ത് ഹൃദയത്തിന് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ മോളിക്കുലർ ഹൈഡ്രജൻ തെറാപ്പിയിലൂടെ പിന്നെയും കുറച്ച് കാലം അല്ലെങ്കിൽ കുറേ കാലത്തിലേക്ക് നമുക്ക് നീട്ടി വയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ ഹാർട്ട് ഫെയിലിയറിന് ചാൻസ് ഉള്ളൊരു പേഷ്യൻ്റ് മോളിക്കുലർ ഹൈഡ്രജൻ തെറാപ്പി ഒരു തെറാപ്യൂട്ടിക്കൽ ഡോസേജിൽ സീരിയസ് ആയിട്ട് കൺസിക്യൂട്ടീവായി ഡെയിലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു 6 വർഷത്തിൽ വരേണ്ട ഹാർട്ട് ഫെയിലിയർ ചിലപ്പോൾ 10-11 വർഷം കഴിഞ്ഞാൽ വരുത്തും.